ഇത് ഉദഗമണ്ഡൽ റെയിൽവേ സ്റ്റേഷൻ, അതായത് ഊട്ടി റെയിൽവേ സ്റ്റേഷൻ. ഊട്ടിയിലെ ഒരു കൊച്ചു റെയിൽവേ സ്റ്റേഷനാണത്. ഊട്ടിയുടെ ടൂറിസത്തിന് വേണ്ടി മാത്രം നിലകൊള്ളുന്ന ഒരു റെയിൽവേ സ്റ്റേഷനാണിത്. ഇവിടെ നിന്ന് കൂനൂർക്കും അതുപോലെ തന്നെ മേട്ടുപ്പാളയം വരെയുമാണ് ഇവിടെ നിന്നുള്ള ട്രെയിൻ. നമുക്കറിയാവുന്നതുപോലെ അതല്ലെങ്കിൽ മലകളും കുന്നുകളും കുത്തനെയുള്ള ഇറക്കവും കയറ്റവും ചേർന്നതാണ് ഈ റെയിൽവേ സ്റ്റേഷൻ ബന്ധപ്പെടുത്തുന്ന റെയിൽവേ ട്രാക്ക്. അതുകൊണ്ട് തന്നെ ചെറിയൊരു പ്രദേശത്തേക്ക് ടൂറിസം ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നിലകൊള്ളുന്ന ഒരു റെയിൽവേ സ്റ്റേഷൻ ആയതുകൊണ്ട് ഇവിടെ നിന്ന് കൂനൂർക്കും അതുപോലെ തന്നെ മേട്ടുപ്പാളയത്തേക്ക് മാത്രമാണ് ചെറിയ മീറ്റർ ഗേജ് റെയിൽവേ അല്ലെങ്കിൽ ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുന്നത്. അതും ടൂറിസത്തിന് വേണ്ടി ഒരു ഫീസ്, നല്ല രീതിയിൽ തരക്കേടില്ലാത്ത ഫീസ് വാങ്ങിക്കൊണ്ട് തന്നെയാണ് ചെറിയ ഈ ദൂരത്തേക്ക് ട്രെയിനുകൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. വളരെ സ്പീഡ് കുറവിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഈ ട്രെയിനുകളെ നാം അതുകൊണ്ട് തന്നെ ടോയ് ട്രെയിൻ എന്നാണ് വിളിച്ചു പോരുന്നത്. ഈ ട്രെയിനുകളിൽ നമുക്ക് കയറിപ്പറ്റണമെങ്കിൽ ഓൺലൈൻ ടിക്കറ്റാണ് ആശ്രയിക്കേണ്ടത്. ഓൺലൈൻ ടിക്കറ്റ് ലഭിച്ചവർക്ക് മാത്രമാണ് മേട്ടുപ്പാളയം തൊട്ട് ഊട്ടി വരെ യാത്ര ചെയ്യാൻ സുഗമമായി കഴിയുന്നത്. എന്നാൽ 3-4 ഷിഫ്റ്റുകളായി ഊട്ടി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കൂനൂർക്ക് ഈ ടോയ് ട്രെയിനുകൾ ഓടിച്ചു വരുന്നു. ഇതിൽ വളരെ പരിമിതമായ തോതിൽ ഏകദേശം 160ഓളം ടിക്കറ്റ് 4 ഷിഫ്റ്റുകളിലായിട്ട് നമുക്ക് ജനറൽ ടിക്കറ്റ് ലഭിക്കും. അത് ലഭിക്കുന്നതിന് വേണ്ടി 9 മണിക്ക് നൽകി തുടങ്ങുന്ന ടിക്കറ്റ് ലഭിക്കാൻ നാം അതികാലത്ത് 6:30-7 മണിയോടുകൂടി ക്യൂവിൽ വന്ന് നിന്നാൽ ആദ്യത്തെ ഒരു 40-50 പേരിൽ ഉൾപ്പെട്ടാൽ നമുക്ക് ഒരു പക്ഷേ ടിക്കറ്റ് ലഭിക്കും. അങ്ങനെ ലഭിച്ച ടിക്കറ്റിലാണ് ഞാനും അച്ചുവും ടോയ് ട്രെയിനിൽ കയറിപ്പറ്റുന്നത്. ജനറൽ ടിക്കറ്റ് ഒരാൾക്ക് ഏകദേശം 15 കിലോമീറ്റർ, അതായത് ഊട്ടി മുതൽ കൂനൂർ വരെ സഞ്ചരിക്കുന്നതിന് ഒരാൾക്ക് 160 രൂപയാണ് ഞങ്ങൾക്ക് കൊടുക്കേണ്ടി വന്നത്. ഇത് ജനറൽ ടിക്കറ്റിൻ്റെ കഥയാണെങ്കിൽ മറ്റു ടിക്കറ്റുകൾ അതിലേറെ പൈസ കൊടുക്കേണ്ടി വരും. ഏകദേശം 300-400 രൂപ വരെ കൊടുക്കേണ്ടി വരും എന്നാണ് എൻ്റെ അറിവ്. മാത്രമല്ല ഒരാൾക്ക് 4 ടിക്കറ്റിൽ കൂടുതൽ ലഭിക്കുകയുമില്ല. കൂനൂരിൽ നിന്ന് ഊട്ടിയിലേക്ക് പോകുന്ന ട്രെയിനാണ് ഈ പിടിച്ചിട്ടിരിക്കുന്നത്. നമ്മുടെ ട്രെയിൻ സുഗമമായി കടന്നു പോകുന്നതിനാണ് ഈ ശൈലി ഇവർ ഉപയോഗിച്ചു വരുന്നത്. വളരെ പതുക്കെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഈ ട്രെയിനിൽ തലയും കൈയും കാലും ഒക്കെ തന്നെ പുറത്തിട്ട് നല്ല വണ്ണം ആസ്വദിച്ച് തന്നെയാണ് ആളുകൾ ഈ ടോയ് ട്രെയിനിൽ യാത്ര ചെയ്യുന്നത്. കുന്നും മലയും വളരെ രസകരമായ രീതിയിൽ കടന്നു പോകുമ്പോൾ നമുക്ക് ആസ്വാദ്യമാണ്. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ചെറിയ തുരങ്കങ്ങളിലൂടെയും ട്രെയിൻ കടന്നു പോകുമ്പോൾ ആളുകൾ വളരെ ആഹ്ലാദഭരിതരായി ശബ്ദം പുറപ്പെടുവിച്ച് കൂക്കി വിളിച്ചും ഒക്കെ തന്നെ ആസ്വദിച്ചുകൊണ്ടാണ് ഈ ട്രെയിനിൽ യാത്ര ചെയ്യുന്നത്. വെറുതെ പറയുന്നതല്ല. ട്രെയിനിലിരുന്ന് താഴ്വാരങ്ങളും കുന്നുകളും ഒക്കെ കണ്ടാസ്വദിക്കുവാൻ ഒരു പ്രത്യേക രസമാണ്, ഹരമാണ്. പ്രായവും ആരോഗ്യവും എല്ലാം മതിമറന്ന് ആസ്വദിക്കുന്ന ജനങ്ങളെ അല്ലെങ്കിൽ ട്രാവലേഴ്സിനെ, ടൂറിസ്റ്റുകളെ നമുക്ക് ട്രെയിനിൽ കാണാൻ കഴിയും. ഇടയ്ക്ക് ഞാനും ഇതെല്ലാം മറന്ന് തലയെല്ലാം വെളിയിലിട്ട് കുട്ടികളെപ്പോലെ സ്ഥലങ്ങൾ കണ്ട് ആസ്വദിക്കാൻ ശ്രമിച്ചു. എൻ്റെ ആരോഗ്യത്തെയും എൻ്റെ പ്രായത്തെയും അത് കുറച്ച് കാണിക്കാൻ
കഴിയുന്നു എന്ന് എനിക്ക് തന്നെ തോന്നി. ഇത് ഒരു റെയിൽവേ സ്റ്റേഷനാണ്. പോകുന്ന വഴിയിൽ ലൗഡയിൽ എന്ന് പറയുന്ന ഒരു റെയിൽവേ സ്റ്റേഷനാണ്. അവിടെ നിർത്തിയപ്പോൾ അച്ചു അവിടെ ഒന്ന് ഇറങ്ങാൻ ശ്രമിച്ചു. ഞാൻ വിലക്കിയത് കൊണ്ട് ഇറങ്ങിയില്ല. അച്ചു പലതരത്തിൽ പോസ് ചെയ്ത് ട്രെയിനിൽ ഇരുന്ന് തന്നെ സെൽഫി എടുക്കുകയാണ്. അവളുടെ സന്തോഷം കണ്ടപ്പോൾ എനിക്ക് അതിയായ ആനന്ദം തോന്നി. കാരണം അവളുടെ നിർബന്ധമാണ് ഈ ടോയ് ട്രെയിനിൽ ഇത്ര രാവിലെ പോയി ടിക്കറ്റ് എടുത്ത് ടോയ് ട്രെയിനിൽ കയറാൻ കാരണമായത്. കണ്ടില്ലേ ജനങ്ങൾ ആസ്വദിക്കുന്നത്. ഇതുപോലെ തന്നെ എല്ലാവരും എന്നെപ്പോലെ തന്നെ അവരുടെ മക്കളിലും അതുപോലെ തന്നെ അവരുടെ ബന്ധുക്കളിലും സന്തോഷം കണ്ട് ആനന്ദിക്കുകയാണ്. ഏകദേശം 1.5 മണിക്കൂറുകളോളമായി ഇപ്പോൾ നാം ട്രെയിനിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നാം എല്ലാം ആസ്വദിച്ച് കൂനൂർ വളരെ പതുക്കെ എത്തിച്ചേരുകയാണ്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നാം ഈ യാത്ര, ഈ ടോയ് ട്രെയിനിൽ ഊട്ടി ട്രെയിൻ യാത്ര നടത്തണം. അത്ര തന്നെ ആസ്വാദ്യകരമാണ് ഈ യാത്ര. വളരെ സന്തോഷത്തോടുകൂടി എല്ലാവരും ആസ്വദിച്ച് തന്നെ കൂനൂർ എത്തിച്ചേർന്നു.